വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില്ലേ, അങ്ങനെ വീണെടുത്ത് നിന്ന് കിടന്ന് അങ്ങ് നിലവിളിക്കുകയാണ് വിഷ്ണു. പക്ഷെ ഒരു നിമിഷം വിഷ്ണു ഓർക്കുന്നുണ്ട്, സത്യഭാമയുമായിട്ട് വഴക്കിട്ട് ഭാമയേക്കാൾ വലുതാകുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിറങ്ങിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷ്ണുവിന് വീണ്ടും വാശി കയറുകയാണ്. പെട്ടെന്ന് ആ കൊടിയും എടുത്ത് വിഷ്ണു റോഡിലേക്ക് കയറുകയാണ്. അന്നേരം ബാക്കി കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. കമൽനാശാനെ കമോൺ എന്നൊക്കെ പിന്നെ സ്ക്രീനിൽ നോക്കിയങ്ങ് വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പെട്ടെന്ന് സൈക്കിൾ ഇങ്ങനെ ഒറ്റ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി എടുത്ത് വെച്ച് അവരുടെ പുറകെ വിട്ടുപിടിക്കുകയാണ്. അന്നേരവും വിഷ്ണുവിൻ്റെ മനസ്സിൽ സത്യഭാമയുടെ മകൻ എന്ന പേരിൽ ഓരോ സ്ഥലത്തു നിന്നും പുറത്താക്കപ്പെട്ട ഓരോ സംഭവങ്ങളാണ്. ശാലിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയതും ഹോട്ടലിൽ നിന്നും പുറത്താക്കിയതും അങ്ങനെ കുറേയേറെ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങ് വാശി കൂടുകയാണ്. അന്നേരം വാശിയോടെ ചവിട്ടി വിഷ്ണു ആണെങ്കിൽ ഓരോരുത്തരെയും പിന്തള്ളി മുന്നോട്ട് പോവുകയാണ്. അന്നേരം ഓരോരുത്തരും അന്തം വിട്ട് നോക്കുന്നുണ്ട് വിഷ്ണു എങ്ങനെ എത്തി എന്നുള്ളത്. അവസാനം ബാലചന്ദ്രൻ ഞാനിപ്പോൾ ജയിക്കും എന്നുള്ള ആവേശത്തോടു കൂടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വിഷ്ണുവിനെ കാണുന്ന ബാലചന്ദ്രൻ അങ്ങ് അടി പതറുകയാണ്. ഇവൻ എങ്ങനെ എത്തി എന്നുള്ള ഉദ്ദേശത്തിൽ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു മുന്നിട്ട് കയറുമ്പോൾ ശാലിനിക്കും കമലനും വിജിലയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ്. അന്നേരം നിർമ്മലയ്ക്കും പത്രോസച്ചാനും ഒക്കെ അങ്ങ് കൈയടിക്കുകയാണ്. പക്ഷേ ഇതിനേക്കാളും ഒക്കെ സന്തോഷം സത്യഭാമയുടെ മുഖത്ത് തന്നെയാണ്. തൻ്റെ മകൻ ഇങ്ങനെ മുന്നേറി വരുന്നത് കാണുമ്പോൾ ആരെക്കാളും വലിയ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു സന്തോഷം തന്നെയാണ് ആ ഭാമയുടെ മുഖത്ത്. തുടർന്ന് ബാലചന്ദ്രൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് വിഷ്ണു ഓർക്കുന്നുണ്ട്, അന്ന് ശാരികയുടെ കാര്യം പറയാനായിട്ട് പോയപ്പോൾ അവളെ ഞാൻ ഇനിയും വിളിക്കും, അല്ലെങ്കിൽ പൈസ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പിന്നീട് ഈ സൈക്കിൾ റേസ് മത്സരത്തിനിടയ്ക്ക് ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ ആ സൈക്കിളിലേക്ക് ഒരു ചവിട്ട് കൊടുത്തത് ഓർത്തിട്ട് വിഷ്ണു പെട്ടെന്നാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന കൊടിയെടുത്ത് ബാലചന്ദ്രനേക്ക് അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ വിഷ്ണു ആണ് തന്നെ ആടാന്ന് പറയുകയാണ്. അന്നേരം സൈക്കിളിൻ്റെ ബാലൻസ് തെറ്റുന്ന ബാലചന്ദ്രനാണെങ്കിൽ അങ്ങ് താഴേക്ക് വീഴുകയാണ്. വീണ് ബാലചന്ദ്രൻ്റെ നടു നന്നായി ഇടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സുസ്മിത അങ്ങ് വായിൽ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. അയ്യോ ബാലേന്ദ്രൻ വീണു എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. ഇതും കൂടി കാണുമ്പോൾ കമലനും വിജിലയ്ക്കും ശാലിനിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് മുന്നേറുകയാണ്. തുടർന്ന് ബാലചന്ദ്രനെ മറികടന്ന് ബാക്കി പിന്നിൽ വന്ന എല്ലാവരും അങ്ങ് പോകുമ്പോൾ അയ്യോ എല്ലാവരും പോയി എന്നുള്ളൊരു വിഷമത്തിൽ ബാലേന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രനെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നടുവാണെങ്കിൽ നല്ലതായിട്ട് ഇടിച്ച് വീണ് കിടക്കുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ പതുക്കെ നിരങ്ങി പിന്നെ പത്രോസിൻ്റെ ബോർഡ് ഫോട്ടോ വെച്ച ഫ്ലക്സിലേക്ക് ഇങ്ങനെ നീങ്ങിയിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു അവൻ ജയിച്ചു വരുന്നു എന്നൊക്കെ പത്രോസ് വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം വാ ഏട്ടത്തിയമ്മേ വാ, അവരെത്തി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എല്ലാവരും പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ സൈക്കിൾ കൊണ്ടുവന്ന് ചവിട്ട് നിർത്തുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയോ കുഞ്ഞിനെയും കൊണ്ട് ഓടി ചെല്ലുകയാണ്. തുടർന്ന് കമൽ ആശാനെ നമ്മൾ ജയിച്ചു എന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിന് അങ്ങ് കരച്ചിലും സന്തോഷവും ഒക്കെ വരികയാണ്. തുടർന്ന് ശാലിനിയെ ഓടി ചെല്ലുന്നുണ്ട്. വിഷ്ണുവേട്ട നമ്മൾ ജയിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും ചേർത്ത് പിടിച്ച് ശാലിനിയുടെ നെറ്റിയിലും കുഞ്ഞിൻ്റെ കവിളിലും ഒക്കെ വിഷ്ണു മുത്തം വയ്ക്കുന്നുണ്ട്. അന്നേരം വാ ഭാമയെ അവരെത്തി നമുക്ക് പോകാമെന്നും പറഞ്ഞ് പത്രോസും ഭാമയും വിളിച്ചുകൊണ്ട് പോവുകയുണ്ടോ. നിർമ്മലയും ഒക്കെ ആദ്യ സന്തോഷത്തിൽ തന്നെയാണ്. ആദ്യം വിഷ്ണു വീണപ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ നിർമ്മല പറഞ്ഞുവെങ്കിലും പക്ഷേ വിഷ്ണു ജയിച്ചു വന്നപ്പോൾ നിർമ്മലയ്ക്ക് സന്തോഷമാണ്. പക്ഷേ സത്യഭാമയുടെ മുഖത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അങ്ങനെ വിഷ്ണു എല്ലാവരെയും നോക്കി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഭാമയുടെ മുഖത്തേക്ക് വിഷ്ണു നോക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഭാമയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ അഹങ്കാരം തോൽവിക്കാണ്ട് സമ്മതിക്കുന്നില്ലല്ലോ. പക്ഷേ ഭാമയ്ക്ക് മുഖത്ത് സന്തോഷം വിഷ്ണു നന്നായിട്ട് കാണുന്നുണ്ട്. അന്നേരം ഇനി എന്തിനാടാ നോക്കി നിൽക്കുന്ന മുടുക്ക, ജയിച്ചു വന്നില്ലേ എന്നൊക്കെ അങ്ങ് പത്രോസ് വിഷ്ണുവിനെ വിളിക്കുകയും തലയിൽ കൈവയ്ക്കുകയും മുതുകത്തടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വാ സമ്മാനം നൽകാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പത്രോസ് വിളിക്കുകയാണ്. ഇതേ സമയം കിടന്ന് തന്നെ അങ്ങ് ഉരുളുകയാണ് ബാലചന്ദ്രൻ. സുസ്മിക്കുട്ടിയും പോയി, എൻ്റെ നടുവും പോയി, എല്ലാം പോയി എന്നും പറഞ്ഞ് അങ്ങ് വേദന കൊണ്ട് ബാലചന്ദ്രനെ അങ്ങ് കരയുകയാണ്. അതേസമയം സ്റ്റേജിൽ എല്ലാവരും ചെന്നിരിക്കുകയാണ് സമ്മാനദാനം ഒക്കെ കൊടുക്കാനായിട്ട്. ഭാമയും നിർമ്മലയും പത്രോസും ഒക്കെ സ്റ്റേജിലേക്ക് കയറുന്നു. വിഷ്ണു ശാലിനിയും കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കണന്തൽ കൊത്തിയ മുഖത്തോടു കൂടി സുസ്മിതയും ചെന്നിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. തുടർന്ന് സ്റ്റേജിലിരിക്കുന്ന സത്യഭാമ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ മുഖത്തെ സന്തോഷം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല അടുത്തിരുന്ന് പറയുന്നുണ്ട്, വീഴ്ത്തിയിട്ടും അവൻ നന്നായിട്ട് എഴുന്നേറ്റ് വന്ന് ജയിച്ചല്ലോ, ഏതോ നല്ല കുടുംബത്തിൽ പിറന്നവനാണ് അവൻ എന്നൊക്കെ വിഷ്ണുവിനെ പറ്റിയും പോയിട്ട് പറയുമ്പോൾ ഭാമ ഉള്ളിൽ സന്തോഷിക്കുകയാണ്.
തുടർന്ന് പത്രോസ് പറയുകയാണ്, ഇനി സമ്മാനദാന ചടങ്ങാണ്, അതിനായിട്ട് ആദ്യമേ ബാലചന്ദ്രൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് പത്രോസ് പറയുകയാണ്. അന്നേരം ജയരാമൻ ചോദിക്കുന്നുണ്ട്, വിഷ്ണു അല്ലേ ജയിച്ചത്, പിന്നെ ബാലചന്ദ്രനെ എന്തിനാണ് വിളിക്കുന്നതെന്ന്. അന്നേരം അവന് ഞാനൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട്, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൈവാക്കിന് വരരുതെന്ന് പറഞ്ഞേക്കണമെന്നും പറഞ്ഞ് ജയരാമനോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് ആകെ ദേഷ്യവും അരിശവും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിഷ്ണുവും ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. തുടർന്ന് വിഷ്ണുവിനെ സ്റ്റേജിലേക്ക് പത്രോസ് വിളിക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ ശാലിനി ഏൽപ്പിച്ചിട്ട് വിഷ്ണു ഓടി ചെല്ലുകയാണ് അങ്ങ് സ്റ്റേജിലേക്ക്. തുടർന്ന് മേരി മാതാ സൈക്കിൾ റേസിൻ്റെ ചാമ്പ്യനാണിവെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെയും കെട്ടിപ്പിടിക്കുകയൊക്കെ പത്രോസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് അടുത്ത സമ്മാനദാനം നിർവഹിക്കുന്നതിന് സത്യഭാമയെ ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഞാനോ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതല്ലേ, വിശിഷ്ടാതിഥി ഭാമയായിരിക്കും, ഭാമ തന്നെ സമ്മാനമൊക്കെ കൊടുക്കുമെന്ന്. അന്നേരം അങ്ങോട്ട് ചെല്ലു ഭാമയെന്ന് നിർമ്മല വിളിക്കുകയാണ്. തുടർന്ന് അവിടെ ഇരിക്കുന്ന ഒരു പൊന്നാട എടുത്തിട്ട് പത്രോസ് പറയുകയാണ്, ആദ്യമായിട്ട് വിഷ്ണുവിനെ സത്യഭാമ തുണി മൂടി ആദരിക്കുന്നതായിരിക്കുമെന്ന്. അന്നേരം ജയരാമൻ പറയുന്നുണ്ട്, പൊന്നാടയാണ് അച്ചായ, പൊന്നാട എന്ന്. അന്നേരം അത് പൊന്നാട തുണി അല്ലേടാ പോത്തേന്നും പറഞ്ഞ് വഴക്ക് പറയുകയാണ് ജയരാമനെ. തുടർന്ന് സത്യഭാമയുടെ കയ്യിലേക്ക് പൊന്നാട കൊടുക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്, അമ്മ തന്നെ പൊന്നാട അണിയിക്കുമെന്നുള്ള ഒരു ഇതിൽ. ശാലിനിയും കുഞ്ഞും ഒക്കെ സന്തോഷത്തിൽ തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് അണിയിക്ക് ഭാമ, ഇട്ടുകൊടു ഭാമയെന്ന് പത്രോസ് പറയുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് പൊന്നാട ഭാമ അണിയിക്കുകയാണ്. തുടർന്ന് ഇനി ട്രോഫിയാണ് എന്ന് പറഞ്ഞിട്ട് ട്രോഫി എടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ല, സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അതും പക്ഷേ ഭാമ ഇതെല്ലാം മടിയോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ വിഷ്ണു ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ സ്റ്റേജിലിരിക്കുന്ന സുസ്മിതയെ നോക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ മുഖം ആകെ അങ്ങ് വിളറി വെളുത്തിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും ട്രോഫിയും വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ചെക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് 2,22,222 രൂപയുടെ ആ വലിയൊരു മോഡൽ ചെക്ക് സത്യഭാമയുടെ കയ്യിലേക്ക് പത്രോസ് കൊടുക്കുകയാണ്. അതും അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത കരുതുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു, എല്ലാം പിടിവിട്ടു പോയി, കുടുംബശ്രീ ഹോട്ടലിൽ വീണ്ടും അവരുടേതായി എന്തൊരു മാനക്കേടാണെന്ന് പറഞ്ഞ് ആകെ ചമ്മി നാറി അങ്ങ് സ്റ്റേജിലിരിക്കുകയാണ് സുസ്മിത. വിഷ്ണു കൂടെ സുസ്മിതയെ നോക്കുന്നുണ്ട്, സുസ്മിതയുടെ മുഖഭാവം കാണാനായിട്ട്, താൻ ജയിച്ച് നിൽക്കുമ്പോൾ. പക്ഷേ ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ആകെ കൈയടിക്കുകയാണ്, നോക്ക് അച്ഛൻ വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആ വേളത്തിലാണ്. പിന്നെ കമലിനാണെങ്കിൽ ഫിസിലടിക്കുകയും വിജിലെ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ചെക്കും വിഷ്ണു സത്യഭാമയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. ഈ 2,22,222 രൂപ എന്ന് പത്രോസ് ഒരുപാട് തവണ പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ വീട് പുതുക്കി പണിയുമ്പോഴും വീട് വയ്ക്കുമ്പോഴും ഒക്കെ മേരി മാതാ ടിമ്പർ മില്ലിനെ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ അങ്ങ് മൈക്കിലൂടെ പത്രോസ് വിളിച്ച് പറയുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷവും പത്രോസ് വിളിച്ചു പറയുകയാണ്, അപ്പോൾ എല്ലാവർക്കും ഓർമ്മ വേണം, മേരി മാതാ ടിമ്പർ മിൽ, ആരും തടി കുറയ്ക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവൊക്കെ അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ഈ അച്ചായൻ നാറ്റിച്ച് കൊല്ലും എന്നൊക്കെ നിർമ്മല ഇരുന്ന് പറയുന്നുണ്ട്. തുടർന്ന് പത്രോസ് പറയുകയാണ്, മത്സരത്തിൽ വിജയിയായ വിഷ്ണു എൻ്റെ മില്ലിലെ ജോലിക്കാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. അതേപോലെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ വിഷ്ണു ഒരു അഭിമാനവും മുതൽക്കൂട്ടും ഒക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തീർച്ചയായും ഒരു കാര്യം കൂടി പറയേണ്ടത്, അത് ഉറപ്പാണ്, വിഷ്ണുവിൻ്റെ അമ്മ ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൊട്ടി കരഞ്ഞേനെ, വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ നോക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് മുഖം കുനിക്കുകയാണ്. പക്ഷേ അവിടെ ആരും പറയുന്നില്ല സത്യഭാമയുടെ മകനാണ് വിഷ്ണു എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ശാലിനിക്കൊക്കെ സന്തോഷമാവുകയാണ്. അന്നേരം വിഷ്ണുവിനോട് പത്രോസ് ഇത്രയും പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണു അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയെന്ന് നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ്, ആചാര്യ എനിക്ക് 2 വാക്ക് സംസാരിക്കണമെന്നാ. അതിനെന്താ, അതിന് മൈക്കിന് വാടകയൊന്നും കൂടുതൽ കൊടുക്കണ്ട, നീ സംസാരിക്കുക വാടാ മോനെന്നും പറഞ്ഞ് പത്രോസ് വിഷ്ണുവിനെ വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു അവിടെ നന്ദി പറച്ചിലാണ് നടത്തുന്നത്. ആദ്യം വിഷ്ണു നന്ദി പറയുന്നത് ഈ മത്സരം സംഘടിപ്പിച്ച പത്രോസ് അച്ചായൻ തന്നെയാണെന്ന് പറയും. പത്രോസ് ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് രണ്ടാമത് നന്ദി പറയാനുള്ളത് ഈ മത്സരത്തിന് പങ്കെടുക്കാനുള്ള അവസരം എനിക്കായിട്ട് വിട്ടു തന്ന എൻ്റെ സുഹൃത്ത് കമലിനാണെന്ന് പറയുമ്പോൾ കമലെ ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അടുത്തതായി നന്ദി അവൻ്റെ ചേച്ചി വിജിലേക്കാണെന്നൊക്കെ പറയും. വിജിലേക്ക് അങ്ങ് സന്തോഷം കണ്ട് ഇങ്ങനെ എല്ലാവരെയൊക്കെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഈ ഇവിടെ കിട്ടി 2,22,222 രൂപ എനിക്കിപ്പോൾ ഒരു വലിയ തുകയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ചിലർക്കൊക്കെ അതൊക്കെ ചെറിയ തുകയായിരിക്കും. ഞാനും ഇത് അങ്ങനെ തന്നെയാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ജീവനിൻ്റെ വിലയുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം പത്രോസ് ഇങ്ങനെ അന്തമിട്ടിരിക്കുകയാണ്. ചെറിയ തുകയാണെന്ന് വിഷ്ണു ആദ്യം കരുതിയിരുന്നതെന്ന് പറഞ്ഞപ്പോൾ. തുടർന്ന് വീണ്ടും വിഷ്ണു പറയുകയാണ്, ഇതിനെ പത്രോസ് അച്ചായൻ പറഞ്ഞതുപോലെ ഇതിപ്പം ഏറ്റവും സന്തോഷിക്കുന്ന ആൾ എൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ നോക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കിയിരിക്കുന്നതാണ്.
അത്രയും കൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. പക്ഷേ വിഷ്ണുവിടെ പറയില്ലായിരിക്കും സത്യഭാമയാണ് തൻ്റെ അമ്മ എന്ന് അവിടെ പറയില്ല. അവിടെ ആരും അറിയില്ല എന്ന് തോന്നുന്നു. ഇനി ബാക്കിയൊക്കെ ഇനി കുടുംബശ്രീയൊക്കെ രക്ഷപ്പെട്ടോ, ബാലേന്ദ്രൻ്റെ പൈസയും കൊടുക്കുന്നു, ആ പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. ഇനിയിപ്പോൾ സുസ്മിതയ്ക്കുള്ള അടുത്ത അത് വരുമായിരിക്കും. രോഹിത്തിൻ്റെ ഫോൺ കോൾ എന്തായാലും സുസ്മിതയ്ക്ക് ലഭിക്കും. ഇനി രോഹിത്ത് വരും. ബാക്കി ഇനി സുസ്മിതയുടെ പതനം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.